ഒരാൾ ഏറ്റവും ഭംഗി എപ്പോഴാണെന്നറിയോ? ഒരാൾ ഏറ്റവും സന്തോഷമുള്ള ആളാവുമ്പോഴാണ്. നമ്മുടെ മുഖത്തെ സന്തോഷമാണ് ശരിക്കും നമ്മുടെ സൗന്ദര്യം. ഒരാൾ എപ്പോഴാണ് സന്തോഷമുള്ള ഒരാളായി മാറുന്നത്? എപ്പോഴാണെന്നറിയോ? ഒരാൾക്ക് അയാളാകാൻ കഴിയുമ്പോഴാണ്. എനിക്ക് ഞാനാകാൻ കഴിയുമ്പോഴാണ്. എൻ്റെ സ്വപ്നങ്ങളിലേക്ക്, എൻ്റെ കിനാവുകളിലേക്കൊക്കെ എത്താൻ എനിക്ക് സാധിക്കുമ്പോഴാണ് ശരിക്കും എൻ്റെ ഉള്ളിലെ സന്തോഷം പുറത്തേക്ക് വരിക. നിങ്ങൾക്ക് നിങ്ങളാകാൻ കഴിയുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും ആഴങ്ങളിൽ കിടക്കുന്ന സന്തോഷത്തിന്റെ വിത്ത് പൊട്ടിമുളച്ച് ഒരു മരമൊക്കെ ആയിട്ട് മാറുള്ളൂ. എപ്പോഴാണ് ഒരാൾക്ക് അയാളാകാൻ കഴിയുന്നതൊക്കെ എങ്ങനെയാ? ഒരാൾ അയാളുടെ സ്വപ്നങ്ങളിലേക്ക് എത്താനൊക്കെ സാധിക്കുന്നത് എങ്ങനെയാ? അക്ഷരത്തിൽ ഐ എന്ന് എഴുതാറുള്ളത് എങ്ങനെയാ? ഒരു വരയിടും, മുകളിൽ ഒരു കുത്തും കൊടുക്കും, അല്ലേ? ഇതേ സംഗതി നേരെ തിരിച്ച് ഇട്ടാല് എന്താ സംഭവിക്കുക? ഒരു വരയും താഴെ ഒരു കുത്തും കൊടുത്താല് എക്സ്ക്ലമേഷനാണ്, ആശ്ചര്യം. എല്ലാ ഐയുടെ ഉള്ളിലും മറഞ്ഞു കിടക്കുന്ന ഒരു എക്സ്ക്ലമേഷൻ ഉണ്ട്. ഓരോ ആളിന്റെയും ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു എക്സ്ക്ലമേഷൻ ഉണ്ട്. എൻ്റെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്, എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. പടച്ചവൻ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള ഒരു അതിശയമാണ്, ഒരു അതിശയത്തിന്റെ വിത്തുണ്ട്. അതിങ്ങനെ മണ്ണിലിങ്ങനെ മറിഞ്ഞു കിടക്കുന്നുണ്ടാവും. എന്തുവാകാം ആ മണ്ണ്? സങ്കടങ്ങളാകാം, പ്രതിസന്ധികളാകാം, ദാരിദ്ര്യമാകാം, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങളോ ഒക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള മണ്ണിലിങ്ങനെ മറിഞ്ഞു കിടക്കുകയാണത്. ആ മണ്ണ് മെല്ലെ ഇങ്ങനെ നീക്കിയിട്ട് ആ വിത്തിന് വളരാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളോട് ഉയർത്തേണ്ട ചോദ്യം. നമ്മുടെ വഴിയിൽ ഒറ്റ തടസ്സമേ ഉള്ളൂ, അത് നമ്മളാണ്. വേറെ ആർക്കും നമ്മുടെ മുന്നിൽ തടസ്സം സൃഷ്ടിക്കാൻ കഴിയില്ല. അതൊക്കെ വെറും തോന്നലാണ്. നമ്മുടെ മുന്നിൽ നമ്മൾ മാത്രമേ തടസ്സമാവുള്ളൂ. നമ്മുടെ ചിന്തകളോ നമ്മുടെ നിരാശയോ അതൊക്കെയാണ് നമ്മുടെ മുന്നിൽ തടസ്സമായിട്ട് മാറുക. അതുകൊണ്ട് നമുക്കൊരു സ്വപ്നം ഉണ്ടാവണം, ഒരു മിഷൻ ഉണ്ടാവണം.